പ്രിയപ്പെട്ടവർ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. പരീക്ഷയുടെ റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ട്. നമുക്ക് വലിയ സന്തോഷമായി. ആ സന്തോഷം നമ്മൾ മറ്റുള്ളവരെ വിളിച്ചറിയിക്കുന്നു, തുള്ളിച്ചാടുന്നു. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വിവിധ മാർഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ വ്യത്യസ്തമായ മറ്റ് പല നല്ല സന്തോഷങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളൊക്കെ. അതേപോലെ നമ്മളുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ നമ്മളുടെ സൗഹൃദങ്ങളിലോ ഒക്കെയുള്ള ഒരാളുടെ ഒരു മരണ വാർത്ത അറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദുഃഖപ്പെടുന്നു, കരഞ്ഞു പോകുന്നു, വളരെയധികം വിഷമത്തിലാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും മനുഷ്യന് മാറി മാറി വരുന്ന വിവിധ വികാരങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായ ഭാവങ്ങളിൽ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി സന്തോഷപ്പെടേണ്ടിടത്ത്, എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നിടത്ത് ചിലർ പെട്ടെന്ന് വിഷാദത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ദുഃഖപ്പെട്ടിരിക്കുന്നിടത്ത് പെട്ടെന്നൊരു ആവേശത്തിൽ ചാടി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള വലിയൊരു ടെൻഡൻസിയുമായി മാറുന്നവരെയും കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ആവേശവും ഉന്മാദാവസ്ഥയും അതേപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തുണ്ടാകുന്ന ചില വിഷാദ അവസ്ഥകളും ഉള്ള ഒരു രോഗാവസ്ഥയാണ് ബൈപോളാർ ഡിസോർഡർ. ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ബൈപോളാർ ഡിസോർഡർ എന്താണ്, അത് എങ്ങനെ വരുന്നു, എങ്ങനെയൊക്കെ അത് പരിഹരിച്ചെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മൾ പലർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രോഗാവസ്ഥയായതുകൊണ്ട് ഇതിൽ എന്നാണ് ഈ അസുഖം വന്നത്, ആർക്കൊക്കെ ഉണ്ട് എന്നൊന്നും വളരെ കൃത്യമായി നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ക്രമേണ മാത്രമേ ഇതിൻ്റെ ഒരു അവസ്ഥയെ നമുക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയൂ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാത്തവർ ചിലപ്പോൾ ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റുള്ളവർ ആ പ്രശ്നങ്ങൾ സഹിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കണം. ഏതാനും ദിവസങ്ങൾ മുതൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ബൈപോളാർ ഡിസോർഡർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൂടെ ജീവിക്കുന്നവർക്ക്, ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും ഒക്കെ ആ ആളിനോടൊപ്പം സഹകരിച്ചു പോകുന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സമയമാണത്. ലഹരിയുടെ ഉപയോഗം ഇതുമായി വളരെ അടുത്ത ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ചെറുപ്രായത്തിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, ഉറ്റവരുടെ ആരുടെയെങ്കിലും വേർപാട്, അതേപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ബൈപോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം, ഉറക്കക്കുറവ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ജനിതവും പാരിസ്ഥിതികവുമായ ഒരുപാട് കാരണങ്ങൾ ഈ ബൈപോളാർ ഡിസോർഡറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈപോളാർ ഡിസോർഡർ പ്രധാനമായും രണ്ട് ഭാഗമാണ്. ഒന്നൊരു ഉന്മാദാവസ്ഥയും രണ്ടാമത്തത് ഒരു വിഷാദാവസ്ഥയും. ഈ ഉന്മാദാവസ്ഥ തന്നെ രണ്ട് ഭാഗമാണ്, ബൈപോളാർ 1, ബൈപോളാർ 2. ബൈപോളാർ 1 എന്നുള്ളത് ഒരു മാനിയയുടെ അവസ്ഥ, ഒരു ഉന്മാദാവസ്ഥ. ആ സമയത്ത് ഉയർന്ന രീതിയിലുള്ള ഊർജം ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അക്രമാസക്തനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന, ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും ചികിത്സിച്ചില്ല എങ്കിൽ 3 മുതൽ 6 മാസം വരെയും ആ മാനിയയുടെ സ്റ്റേജ്, ഉന്മാദാവസ്ഥയുടെ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ മിതോന്മാദാവസ്ഥ, ഹൈപ്പോമാനിയ എന്ന് പറയുന്ന അവസ്ഥയിൽ വളരെ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. അവർക്ക് ജോലി ചെയ്യുന്നതിനോ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നാൽ പോലും സാധാരണയല്ലാത്ത അമിതമായ സർഗവാസനകൾ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക എന്നതൊക്കെയും ആ ഘട്ടത്തിലൂടെ കടന്നു പോകും. എന്തായാലും ഹൈപ്പോമാനിയ എന്നുള്ളത് മാനിയയേക്കാളും വളരെ കുറഞ്ഞ ലഘുവായ ഒരവസ്ഥയാണ്. രണ്ടാമത്തെ ഈ വിഷാദഘട്ടത്തിൽ ആ സമയത്തുണ്ടാകുന്നത് എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു പോവുക, നിരാശയിലാകുക, ഒന്നിനുമല്ലാതെ വെറുതെയുള്ള കുറ്റബോധങ്ങൾ,
തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വില കുറച്ച് കാണുക, ആത്മഹത്യാ പ്രവണത, ഉറക്കക്കുറവോ ഉറക്ക കൂടുതലോ, അങ്ങനെ ഹൈപ്പോമാനിയ അല്ലെ മാനിയയുടെ സ്റ്റേജിൽ നിന്ന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു വേർഷൻ, ഒട്ടും ഊർജ്ജമില്ലാതെ മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തികൾക്കും താല്പര്യമില്ലാതെ പിൻവലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് വിഷാദാവസ്ഥ. ഈ രണ്ടവസ്ഥകളിലുള്ള, അതായത് ഈ ബൈപ്പോളാർ ഡിസോർഡർ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, എന്ത് തരം ചികിത്സകളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന പ്രകടമായ ലക്ഷണങ്ങൾ എന്ത് എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.